കേരളത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ, ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റി, ഏതെങ്കിലും കോർപ്പറേഷനിൽ സിറ്റിംഗ് ആയിട്ടുള്ള അധ്യക്ഷൻ, അത് പഞ്ചായത്ത് പ്രസിഡന്റോ മുനിസിപ്പൽ ചെയർമാനോ കോർപ്പറേഷൻ മേയറോ ആകാം, ആ ആൾ പ്രചരണത്തിൽ ഇറങ്ങാതിരിക്കുന്നത് കണ്ടിട്ടു, ആ ആളെ പാർട്ടി പ്രചരണ രംഗത്ത് നിന്ന് പരിപൂർണമായിട്ട് മാറ്റി നിർത്തുന്നത് കണ്ടിട്ടു. അങ്ങനെ ഒരു കാഴ്ചയും തിരുവനന്തപുരത്തുണ്ടായി. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 5 കൊല്ലം മേയറായി നിങ്ങളൊക്കെ സേവിച്ച ആ മഹതിയെ ഒരു കുടുംബയോഗത്തിൽ പോലും പങ്കെടുപ്പിച്ചില്ല. കാരണം ഇവരുടെ മുഖം കണ്ടുകഴിഞ്ഞാൽ ആളുകൾ എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്ത് കളയും. മനസ്സിലായില്ലേ? അത്ര ഗംഭീരമായിരുന്നു. ഇന്നിപ്പോൾ BJPയുടെ ഓഫീസിൽ മാരാർജി ഭവനിൽ എൻ്റെ ബലമായ വിശ്വാസം ആര്യ രാജേന്ദ്രൻ്റെ ഒരു പൂർണ്ണകായ ചിത്രം അവിടെ ഒരു മാലയൊക്കെ ഇടിച്ച് വെച്ചിട്ടുണ്ടാവും. ആര്യ രാജേന്ദ്രൻ BJPയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞു. കാരണം അതുകൊണ്ടുള്ള ആദ്യമായിട്ട് അവർക്ക് ഈ കോർപ്പറേഷൻ ജയിക്കാൻ പറ്റിയത്. എത്ര കൊല്ലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ BJP. ഈ തിരുവനന്തപുരത്ത് ശക്തമാകുന്നത് തന്നെ ഈ ചാലയിലുണ്ടായ കലാപത്തെ തുടർന്നാണ്. 1982 ഡിസംബറിൽ കരുണാകരൻ ഭരിക്കുന്ന സമയത്ത് ചാലയിൽ ഒരു കലാപം ഉണ്ടായി. അതായത് നബിദിന ഘോഷയാത്രയ്ക്ക് നേരെ ആലപ്പുഴയിൽ നടന്ന വെടിവെപ്പിന്റെ തുടർച്ചയായിട്ട് തെക്കൻ കേരളത്തിൽ പല സ്ഥലത്ത് സാമുദായിക സംഘർഷം ഉണ്ടായി. അത് ഏറ്റവും ഭയങ്കരമായിട്ടുണ്ടായത് തിരുവനന്തപുരത്ത് ചാലയിലാണ്. അതേ തുടർന്ന് ഒരു സാമുദായിക വികാരമുണ്ടായി. പിന്നീട് കേരളവർമ്മ രാജ തിരുവനന്തപുരത്ത് 84 മത്സരിച്ചു, 1,10,000 വോട്ട് പിടിച്ചു. അങ്ങനെയാണ് BJP അവിടെ ആദ്യമായിട്ട് ചുവടുറപ്പിക്കുന്നത്. അതിന് മുമ്പ് ഭാരതീയ ജനസംഘമൊക്കെ ആയിരുന്ന കാലത്ത് ജനസംഘത്തിന് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ, ഏതെങ്കിലും ഒരു ഡിവിഷനിലേക്ക് മത്സരിക്കാം, ഒരു ഡിവിഷനിലേക്ക് മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാനായിട്ട് നടന്ന കഥ, നടന്ന് ചെരുപ്പ് തേഞ്ഞ കഥ നമ്മുടെ രാമപിള്ള സാറിൻ്റെ ആത്മകഥയിലുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ വായിച്ചാണ്. അദ്ദേഹം പറയുന്നുണ്ട്, തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ ഞങ്ങൾ മൈലുകളോളം നടന്നിട്ട് ഒരാളെ കിട്ടിയില്ല എന്ന് പറയുന്നത്. അങ്ങനത്തെ തിരുവനന്തപുരത്ത് ഇപ്പോൾ എന്താണ് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ വരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് പാർട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ആ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ഒരു നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ആര്യ രാജേന്ദ്രൻ.